കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറഞ്ഞെല്ലാം വാങ്ങിച്ചോ? നീ പറഞ്ഞതൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില വെച്ച് ഈ വീട് സ്ഥലവും വിൽക്കേണ്ടി വരും. തൽക്കാലം എനിക്കും നിനക്കും ഒരു വീടിന് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഇങ്ങനെ തൊട്ടും പിടിച്ചും വാങ്ങിച്ചോണ്ട് വരുന്നത് കൊണ്ടാ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തീരുന്നത്. ഒരു 15 കിലോ അരി, പിന്നെ അതിനൊത്ത സാധനങ്ങള് ഇത്രയും വാങ്ങി സ്റ്റോക്ക് ചെയ്താലേ പിന്നെ പച്ചക്കറിയും പാലും മീനും മാത്രം നോക്കിയാ മതിയല്ലോ. ബെസ്റ്റ് കഷിയോടെ ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ദാരിദ്ര്യം പറയാനുള്ള മഹാഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്റെ കൂടെ വന്നതുകൊണ്ടാ നീ ദാരിദ്ര്യം പറയാനെങ്കിലും ഇപ്പൊ ഇവിടെ ഉള്ളത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ സ്വന്തം വീട്ടിൽ പോയി നിൽക്കായിരുന്നു. 15 കിലോ അരി പോലും. അതിന് നിന്റെ ഭർത്താവ് അരി കമ്പനി മുതലാളിയല്ല, ഒരു തുണിക്കടയിലെ പാവം ജോലിക്കാരന്. പണ്ടും നിങ്ങളോടൊന്നും പറഞ്ഞ് ജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പ വരും മുട്ടിനായം കൊണ്ട്. അല്ല, അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം സഹദേവ മുതലാളിയോട് ചോദിച്ചോ? ചോദിച്ചു. അഡ്വാൻസ് തരാൻ 3-4 ദിവസം കൂടി കഴിയുന്ന മുതലാളി പറഞ്ഞത്. എനിക്കപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. നാളെ ആ ശശിയോടൊന്ന് ചോദിച്ചു നോക്കാം. വേണ്ട, മുതലാളിയുടെയും വേണ്ട, തൊഴിലാളിയുടെയും വേണ്ട. കുടുംബശ്രീയിലെ പൈസ ഇരുന്നെടുത്തേ ഞാനേ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ശമ്പളം കിട്ടുമ്പോഴേ നമുക്ക് തിരിച്ചടയ്ക്കാം. നീ എന്ത് വാങ്ങി? അതൊക്കെയുണ്ട്, കാണിച്ചുതരാം. വില കുറവാ. എങ്ങനെയുണ്ട്? എന്നെ പോലെ ഉണ്ട്. സംഭവം വളരെ ചീപ്പാണെങ്കിലും പുറമെ കാണുമ്പോ തോന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞാല് സരോജം, സംഭവം കലക്കി. അല്ലെങ്കിലും നിന്റെ സെലക്ഷൻ മോശാവോ? രവി സാറിന്റെയും മോളുടെയും വിവാഹ വാർഷികത്തിന് അവർക്ക് ഇത് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഉണ്ടല്ലോ ശ്രീടച്ച, വേറെ പൂക്കളൊക്കെ ഉള്ളൊരു സാധനം കണ്ടായിരുന്നു, ഇതിനൊക്കെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അതിനുള്ള പൈസ തികഞ്ഞില്ല. ഇത് മതി സരോജം. എന്തു കൊടുത്താലും അതൊരു മിഠായി തുണ്ടാണെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞു കൊടുത്താൽ വാങ്ങുന്നവന്റെ മനസ്സ് നിറയും. ഇത് മോൾക്കും സാറിനും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാ. നാളെ നമുക്കിതേ നല്ലൊരു വർണ്ണക്കടലാസ് പൊതിയാ. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം. മോൾക്ക് രവിസാറിനും വേണ്ടി ഒരു വഴിപാട് കഴിക്കണം. ഒരു കുഴപ്പമില്ലാതെ അവർ സുഖമായിട്ട് ജീവിക്കണം. ഇനി തടസ്സമായി അവരുടെ ജീവിതത്തിലേക്ക് ആരും വരാതിരിക്കാൻ. ശത്രുക്കളുടെ നിഴൽ പോലും അവർ കേൾക്കാതിരിക്കാൻ. ശത്രുദോഷം ഒന്നും വരാതിരിക്കാൻ. നീ ഇത് കൊണ്ടുവച്ചിട്ട് ഒരു ചായ എടുക്ക്. അപ്പോഴേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആരാ?
ഇതെന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്ന? ഇത് ഞാൻ തന്നെയാ, രാഗസുധ. നിങ്ങളുടെ പഴയ സുധ. ഇടയ്ക്കൊന്ന് വന്ന് കാണണമെന്ന് കരുതിയതാ, പക്ഷെ പറ്റിയില്ല. അതിനു മുന്നേ ജയിലിലായിപ്പോയി. അവിടുന്ന് വരുന്ന വഴിയാ. ആ, ആദ്യം തന്നെ ഞാനൊരു സോറി പറയാം. ഞാൻ ആരാണെന്നും എന്താണെന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിന്. ശ്രീലക്ഷ്മി പറഞ്ഞു കാണുമല്ലോ എന്നെ പറ്റി. പറഞ്ഞു, എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവളാണ് നീ എന്ന്. മോളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മോളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളെ കുറിച്ച് ഒരുപാട് എനിക്കറിയാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ, ശ്രീലക്ഷ്മി ഇങ്ങോട്ട് വരാറില്ലേ? വാ, നമുക്ക് വിശേഷങ്ങളൊക്കെ അകത്തിരുന്ന് സംസാരിക്കാം. എനിക്കാണെങ്കിലേ വെള്ളം ദാഹിച്ചിട്ട് വയ്യ. അല്ല, നിങ്ങൾക്കിതെന്ത് പറ്റി? എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നേ. നിനക്കെന്താ വേണ്ടത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് ഈ രാത്രിയില് ഒരു തവണ നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ കുറെ ഞങ്ങൾ അനുഭവിച്ചു. പിന്നെ എന്തിനാ ഞങ്ങൾ ദ്രോഹിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്? ഈ രാത്രിയില് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ പ്രതീക്ഷിച്ച അതേ ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കാണുമെന്നുള്ള എന്റെ ഊഹം തെറ്റിയില്ല. ഞാൻ ഇവിടുന്ന് പറയാതെ പോയതിനും ഇപ്പൊ പറയാതെ തന്നെ തിരികെ വന്നതിനും പിന്നില് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാലയളവില് കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. ഇരുട്ടിന്റെ മറ പിടിച്ച് ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു സഹായം ചോദിച്ചു വാങ്ങാനാ. രണ്ട് ദിവസം എനിക്കിവിടെ താമസിക്കണം. മുൻപ് അറിയാതെ ചെയ്തൊരു കാര്യം ഇപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അത്രയുള്ളൂ. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഒരു വിധത്തിലും ശല്യപ്പെടുത്താൻ വരത്തില്ല. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. സന്തോഷം. എന്നാ ഞങ്ങൾക്കുണ്ട്. ഒരു തവണ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. ഇനി അതുണ്ടാവില്ല. 2 ദിവസം പോയിട്ട് 2 മിനിറ്റ് പോലും നിന്നെ ഇവിടെ നിർത്തില്ല ഞാൻ. സരോജം, നീ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കണി. സരോജ ആന്റി, അതിനി മെനക്കെടണ്ട. ഞാനേ പോലീസുമായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ പോലീസുമായിട്ട്. അവര് പുറത്തുണ്ട്. അങ്കിള് പോയെന്ന് നോക്ക്. ആരാ? ആരാ? നിങ്ങളൊക്കെ ആരാ? അതൊക്കെ പറയാം. ഇങ്ങോട്ട് വേണം വരാൻ. എന്നെ വിട്. നടക്കണോ? വിടറോ? നടക്കണം അങ്ങോട്ട്. എന്തേ? അയ്യോ ശ്രീരജ, അയ്യോ ശ്രീരജ. ഇതാ ഞാൻ പറഞ്ഞ എന്റെ പോലീസ്.
സരോജാന്റിയുടെ കണ്ണീര് കണ്ട് ശിക്ഷയിൽ ഒരു ഇളവും പ്രതീക്ഷിക്കണ്ട. ഇവന്മാർക്ക് 2 ശിക്ഷയുള്ളൂ. ഒന്ന് വെറുതെ വിടൽ, 2 വധശിക്ഷ. ഇതിലേത് വേണോന്ന് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്കില്ല. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് ബുദ്ധിമുട്ടാകും. ഇങ്ങോട്ട് വന്നതുപോലെ 2 ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് പോവും. അതിനിടയ്ക്ക് കുഴപ്പം പിടിച്ച വല്ല ആലോചനയ്ക്കും മുതിരാതിരിക്കാൻ ഞാൻ ഇവിടെ ഉള്ള കാര്യം ആരും അറിയില്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ ഒരു മുൻകരുതൽ. തൽക്കാലം പണയ പണ്ടമായിട്ട് ഇദ്ദേഹം ഇവരുടെ കൂടെ പോട്ടെ. അയ്യോ ഇല്ല. ഞാൻ സുരക്ഷിതയായിരിക്കുന്ന ഈ 2 ദിവസം ഇദ്ദേഹവും സുരക്ഷിതനായിരിക്കും. അതെന്റെ വാക്ക, രാഗസുധയുടെ വാക്ക്. ആഹാ, രവിവർമ്മനാണല്ലോ. മരുമക്കളായാലേ ഇങ്ങനെ വേണം. അമ്മായി അച്ഛന്റെ അമ്മായി അമ്മയുടെയും ഹൃദയതാളം ഒന്ന് മാറിപ്പോയപ്പോ തന്നെ മരുമോൻ അവിടെ സിഗ്നല് കിട്ടി. അതല്ലേ ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് വിളിച്ചത്. ആ അയ്യോടാ, കട്ടായി പോയല്ലോ. സാരമില്ല, നമുക്കേ അങ്ങോട്ട് വിളിക്കാം. ഒരു ഫോൺ വിളിക്കാൻ തരാതിരിക്കാൻ മാത്രം അത്ര ദുഷ്ടത്യൊന്നല്ലേ രാഗസുധ. പിന്നെ ഒരു കാര്യം, മരുമകന്റെ ഒരു ഹലോ കേട്ട് സ്നേഹം നെറുകം തലയിൽ കയറി ഇവിടെ നടക്കുന്നതൊക്കെ കുത്തും കോമയിട്ട് പറഞ്ഞ് സംഭവത്തിന്റെ ഗതി മാറ്റിയാലുണ്ടല്ലോ, പിന്നെ നമ്മൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ വേണം സംസാരിക്കാൻ. അതിനൊക്കെ നമ്മുടെ സരോജ് ആന്റി ബെസ്റ്റാ. ഹലോ സാർ, സാർ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. ഇപ്പോഴാ കോള് കണ്ടത്. സാരമില്ല സരോജാമ്മേ. ശ്രീലക്ഷ്മി അച്ഛൻ ഉറങ്ങി സാറേ. എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. മോളോ? ശ്രീലക്ഷ്മി ഇവിടെ തന്നെയുണ്ട്. സരോജാമ്മേ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനാണ് വിളിച്ചത്. പറയ് സാറേ. സരോജാമ്മേ, ഈ കള്ളന്മാരുടെ ശല്യമൊക്കെ ആയതുകൊണ്ട് കഥയൊക്കെ നന്നായിട്ട് പൂട്ടിയിട്ട് വേണം കിടക്കാൻ. ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് അതീവ ശ്രദ്ധ വേണം. ശരി സാർ. പിന്നെ രാത്രി ആരെങ്കിലും വന്ന് കഥകിൽ മുട്ടിയാൽ തുറക്കാൻ നിൽക്കണ്ട. പരിചയമില്ലാത്ത ആര് വന്നാലും അപ്പൊ എന്നെയോ രാജാറാമിനെ വിളിച്ച് വിവരം പറയണം. ശരി സാർ. എങ്കിൽ പിന്നെ സരോജമ്മ ഫോൺ വെച്ചോളൂ. ശരി സാർ. മോളെ ഞാൻ തിരക്കിന്ന് പറഞ്ഞാൽ മതി. ഓ പറഞ്ഞേക്കാം സരോജമ്മ. ശരി എന്നാ.
വല്ലാത്ത കരുതലാണല്ലോ ഈ മരുമകന്. ഇനി ഈ വീട്ടിൽ ഏത് കള്ളം കേറാനാ? ഒരു പെരുങ്കള്ളിയായി ഞാൻ ഈ വീട്ടിൽ കേറി കഴിഞ്ഞില്ലേ. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു സരോജ ആന്റി. മോളുടെ ഭർത്താവിന് ഒരു സംശയം തോന്നാത്ത രീതിയില് കാര്യങ്ങൾ അവതരിപ്പിച്ച് കളഞ്ഞില്ലേ. നല്ല ഇരുത്തം വന്ന നടിയാ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ സരോജ ആന്റിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സുദർശനെങ്കിലേ ഒന്ന് ഇവരോടൊപ്പം പോയിട്ട് വാ. 2 ദിവസം നല്ല അടിപൊളിയായിരിക്കും. കൊണ്ടുപോയിക്കോ. ഇങ്ങോട്ട് വാടോ. നിങ്ങൾ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവെന്നും വേണ്ട. അങ്കിള് വന്നോളൂ. അങ്കിൾ എന്തായാലും ഭാര്യയും ഈ വീടിനെ ഒന്ന് നന്നായിട്ട് കണ്ടിട്ട് പോ. ഭാര്യ അതിബുദ്ധി കാണിച്ചാ പിന്നെ ഈ കോലത്തിലായിരിക്കില്ല തിരിച്ചു വരുന്നത്. ഈ പണയം ഉരുപ്പടി സൂക്ഷിച്ചു വെച്ചോണം. ഒരു കുറവും വരുത്തരുത്. അയ്യോ ശ്രീജ, ശ്രീജ. സരോജ ആന്റി. ആ എന്താ? ഞാൻ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് പോവും. രഘു ഒന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാൻ? തന്റെ വീട്, തന്റെ ഇഷ്ടം. പോവാം, വരാം. അതില് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഡിവേഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ രഘു പറഞ്ഞിരുന്നു. അതിന് രഘു ആവശ്യപ്പെട്ടിട്ടാ ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്താ, ഡിവോഴ്സ് വേണോ തനിക്കിപ്പോ? എനിക്കല്ല, രഘുവിന് ഡിവോഴ്സ് വേണമെന്നില്ല. താൻ നന്നാവുകയാണെങ്കിൽ. സരോജമ്മയും സുദർശനേട്ടനും വന്ന് പറഞ്ഞു താൻ നന്നായി, ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ഉണ്ടെന്ന്. അത് ശരിയാണെങ്കിൽ തനിക്ക് തുടരാം. എന്തു പറയുന്നു? അത് ശരിയാണ്, വിശ്വസിക്കാം. ആ, എങ്കിൽ പിന്നെ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ ചേട്ടായുടെ വെഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്ക് ഓർഡർ ചെയ്യാം ഓൺലൈനിൽ. അത് ഓർഡർ ചെയ്യണ്ട, ഞാൻ ഉണ്ടാക്കാം എന്റെ കൈ കൊണ്ട്. ആഹാ, തനിക്കിപ്പോ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അറിയാം. ഇത് ബ്രദർ ഇൻ ലോയ്ക്ക് ഈ അനിയത്തിക്കുട്ടിയുടെ പ്രസന്റേഷനാ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോ താൻ റിയൽ ആയിട്ടും ചേഞ്ച് ആയല്ലേ? യെസ്, സരോജാമ്മ പറഞ്ഞൊരു ഉദാഹരണമാണ് വാലിഡ് പോയിന്റ്. എന്നെ പോലെയുള്ള ഓരോ പെണ്ണും ഓരോ ചെറിയ അരുവികളാ. ഭർത്താവിന്റെ കുടുംബം എന്ന മഹാനദിയിലേക്ക് ചെന്ന് ചേരുമ്പോ സ്വയം അലിഞ്ഞ് അതിനോടൊന്നാവണം നമ്മള്. ഒരേ ദിശയിലേക്കുള്ള ഒഴുക്ക്. പിന്നെ നമുക്ക് വേർപിരിയാനാവില്ല. അതാണ് സത്യം. കറക്റ്റ്, അതാണ് സത്യം.
ഇന്നു മുതൽ നമ്മളും അങ്ങനെ തന്നെ ഒന്നായി ഒഴുകും. ഒരു ഡിവോഴ്സും നമ്മളെ വേർപ്പെടുത്തില്ല. രഘുവിന്റെ വാക്ക്.